സോ കുറച്ച് നാളായിട്ട് സാംസങ് ഒരു പ്രത്യേക ഫോണിനെ പറ്റി ചെറിയ ചെറിയ ഹൈപ്പ് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ഫോണിൻ്റെ കുറച്ചുകൂടെ ലീക്സ് ഒക്കെ വന്നിരിക്കുകയാണ്. അതായത് കുറേ നാളുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സീരീസ് ആയിരുന്നു, അല്ലെങ്കിൽ സാംസങ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു ട്രേഡ് മാർക്ക് ഐറ്റമായിരുന്നു എഡ്ജ് സീരീസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ടൈമിൽ S7 എഡ്ജ് S6 എഡ്ജ് ഒക്കെ വന്നത് ആ ഒരു എഡ്ജ് എന്ന് പറഞ്ഞ ആ ഒരു ഡിസ്പ്ലേ എന്നുള്ളൊരു സ്കീമിലായിരുന്നു, ആ ഒരു കേർവ്ഡ് ഡിസ്പ്ലേ. കുറച്ച് നാൾ കഴിഞ്ഞ് അത് പിന്നെ എഡ്ജ് എന്ന് പറഞ്ഞത് എന്താ ഒരു നോർമൽ തിങ് ആയി. പിന്നെ അതിന് എഡ്ജ് എന്നങ്ങ് പറയേണ്ട കാര്യമില്ല, കേർവ്ഡ് ഡിസ്പ്ലേ അങ്ങനെ വന്നു. ഇപ്പം അത് കേർവ്ഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും അവർ പുതിയതായിട്ട് പിന്നെയും ആ ഒരു സീരീസിനെ കൊണ്ടുവരാൻ പോവുകയാണ്. സോ അതിൽ ഏറ്റവും റൂമർ ചെയ്യപ്പെടുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ S25 എഡ്ജ് ആണ്. അപ്പോൾ ഈ ഒരു ഫോണിനകത്ത് എഡ്ജ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് കൺഫേംഡ് അല്ല, പക്ഷെ കുറച്ച് ലീക്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ചില സാധനങ്ങളൊക്കെ ചുമ്മാ തീയാണ്. എനിവേ നമുക്ക് ആ ഒരു ഫോണിന്റെ കുറച്ച് ലീക്സ് ആൻഡ് റൂമേഴ്സ് ഒക്കെ നോക്കാം. സോ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടങ്ങിയേക്കാം. സോ ഫസ്റ്റ് ഓഫ് കോഴ്സ് ഇതിന്റെ ഡിസ്പ്ലേയിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നത് 6.7 ഇഞ്ചിന്റെ ക്വാഡ് HD+ അല്ലെങ്കിൽ 2K ഡിസ്പ്ലേ ആണ്. ഇത് ഇവരുടെ ഹൈ എൻഡ് ഡൈനാമിക് ആംബുലൻറ്റ് ഡിസ്പ്ലേ ആയിരിക്കും. അതേപോലെ തന്നെ അത്ഭുതപ്പെടുന്ന കാര്യം ഇതിനകത്തുള്ള പ്രൊട്ടക്ഷൻ ആണ് ഗൊറില്ല ഗ്ലാസിന്റെ സെറാമിക് 2. അതെ, ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഗൊറില്ല ഗ്ലാസ് സെറാമിക് 2 എന്ന് പറഞ്ഞൊരു പ്രൊട്ടക്ഷൻ ആണ് ഫ്രണ്ടിൽ. ബാക്കിൽ വിക്ടസ് 2 ആണ്. സോ ഹൈ എൻഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ കൂടാണ് ഈ ഒരു ഡിസ്പ്ലേ അവർ നിർമ്മിച്ചിരിക്കുന്നത്. സോ ആ ഒരു ഗൊറില്ല ഗ്ലാസ് കൂടെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് കൊള്ളാം. പിന്നെ ബാക്കി കേർവ്ഡ് ഡിസ്പ്ലേ ആണോ എന്നുള്ളത് കൺഫേംഡ് അല്ല, കേർവ്ഡ് ആണ്, കേർവ്ഡ് ആയിരിക്കും. എനിവേ, ഇനി ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോണിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു എഡ്ജ് സീരീസ് അവർ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഈ ഒരു ഫോണിന്റെ തിക്നെസ് ആണ്. ഈ ഒരു ഫോൺ S സീരീസിലെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ഫോൺ ആകാനുള്ള സാധ്യതയുണ്ട്. ലീക്ഡ് തിക്നെസ് എന്ന് പറയുന്നത് 5.85 മില്ലിമീറ്റർ ആണ്. ഉയ്യോ എന്ന് തന്നെ പറയേണ്ടി വരും, കാരണം അത്രയ്ക്കും തിന്നറാണ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. അത്രയ്ക്കും തിന്നറാണ് ഈ ഒരു ഫോണിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. അതേപോലെ ഏകദേശം 163 ഗ്രാം വെയിറ്റ്. സോ കുറേ പേര് വെയിറ്റ് കുറഞ്ഞ ഫോൺ ചോദിക്കുന്നു, അവർക്ക് ഉള്ളതാണിത്. അതേപോലെ സ്ലിമ്മറുമാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ടൈറ്റാനിയം ഫ്രെയിം ആണ് കേട്ടോ. അത് വേറൊരു കാര്യം. അതായത് അൾട്രയുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ IP68 വാട്ടർ റേറ്റിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്പ്ലേ ആൻഡ് ബിൽഡ് ചുമ്മാ അങ്ങ് കത്തിച്ച് വെച്ചേക്കുവാണ് ഈ ഒരു സാധനം. ഇനി പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് ഞാൻ വിചാരിച്ച എക്സിനോസ് വെച്ച് ചളവാക്കൊന്നും ഇല്ല. സ്നാപ്ഡ്രാഗൺ 888 ഉണ്ട്, ഒന്നും പറയാനില്ല. LPDDR5X ആയിരിക്കാം, UFS 3.1 ആയിരിക്കാം. അതിനകത്തൊന്നും ഒരു പ്രശ്നവും വരത്തില്ല. ഇനി ക്യാമറ കാറ്റഗറി നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 200 മെഗാപിക്സൽ പ്രൈമറി ക്യാമറ ഉണ്ട്, 12 മെഗാപിക്സൽ അൾട്രാ വൈഡ് ഉണ്ട്. സോ അവർ വേറെ സാധനങ്ങളൊന്നും വെച്ചില്ല. പക്ഷേ ഈ ഒരു പ്രൈമറി ക്യാമറ നമ്മുടെ അൾട്രാ സീരീസ് പോലെ 200 മെഗാപിക്സൽ വെച്ചു. അതേപോലെ അൾട്രാ വൈഡ് ഒരു 12 മെഗാപിക്സലും വെച്ചു. വേറെ സംഭവമൊന്നും വെച്ചില്ല. ഓക്കെ ഫൈൻ. ക്യാമറ പിന്നെ പറയേണ്ട കാര്യമില്ല. S സീരീസ് ഫോൺ ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അവർ സെറ്റായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നല്ല പ്രോസസ്സിംഗ് ആണ് ഓഫ് കോഴ്സ്. ഇനി ബാറ്ററി ബാക്കപ്പ് പറഞ്ഞാൽ ഇത്രയും സ്ലിം ആയ ഫോണിന് ഞാൻ വിചാരിച്ചത് ഭയങ്കര കുറച്ച് ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും. പക്ഷെ അല്ല, ഇത്രയും സ്ലിം ആ ഒരു ഫോം ഫാക്ടറിൽ ഇവർ 3900 mAh വെച്ചിട്ടുണ്ട്. 25 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറുമാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. സോ 3900 mAh ഈ ഒരു ഫോം ഫാക്ടറിൽ കൊണ്ടുവന്നത് നല്ല കാര്യമാണ്. കാരണം ഏറെക്കുറെ അപ്രോക്സ് 4000 mAh ഉണ്ട്. കുഴപ്പമില്ല, അതൊരു ഗുഡാണ്. ഇതൊരു പ്രത്യേക ടാർഗറ്റഡ് ഓഡിയൻസ് എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. കാരണം സ്ലിമ്മർ, ലൈറ്റ് വെയിറ്റ് അങ്ങനത്തെ ഒരു കാറ്റഗറി ആൾക്കാർക്ക് വേണ്ടി എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കാം. ഈ കേർവ്ഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. പിന്നെ റൂമേർഡ് ലോഞ്ച് ഡേറ്റ് എന്നൊക്കെ പറയുന്നത് May 13, May 12 ഇങ്ങനെയൊക്കെയാണ്. May 13 ആണ് ഞാൻ കൂടുതൽ കേൾക്കുന്നത്, എസ്പെഷ്യലി ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത. ഇനിയുള്ളതാണ് പ്രൈസ്. ഓഫ് കോഴ്സ് അതിനെപ്പറ്റി ആദ്യമേ പറയേണ്ടതായിരുന്നു. സോ S25+ പ്രൈസ് റേഞ്ച് ആണ് എല്ലാവരും ലീക്സ് പറയുന്നത്. ഏറെക്കുറെ ഒരു 95,000 90,000 ആ റേഞ്ച് ആയിരിക്കും. ഓഫേഴ്സിൽ ചിലപ്പോൾ 90,000 വന്നിരിക്കുക. സോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ കുറെ നാളുകളായിട്ട് പല ബ്രാൻഡുകളും ഒഴിവാക്കിയ ഒരു ടൈപ്പ് ഓഫ് ഫോണാണിത്. വെയിറ്റ് കുറവ്, സ്ലിമ്മർ, അതേപോലെ തന്നെ ചെറിയ ഫോൺ പിന്നെയും പോട്ടെ. S25 മാത്രമേ നമുക്ക് അങ്ങനെ പറയാനുള്ളൂ. വേറെ കമ്പനികൾ ഇറക്കുന്നുമില്ല. സ്ലിമ്മർ ആൻഡ് വെയിറ്റ് കുറഞ്ഞ ഫോൺ എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് ഇവർ ഈ ഒരു സാധനം ഒരു 95 റേഞ്ചിലേക്ക് ഇവർ ഇതുകൂടെ പ്ലേസ് ചെയ്യുകയാണ്. ഫുള്ളി പാക്ഡ് എന്ന് വേണേൽ പറയാം. അതായത് ഒരു പ്രത്യേക ടാർഗറ്റഡ് ഓഡിയൻസിനായിരിക്കണം. എന്തായാലും നമുക്ക് നോക്കാം. ഈ ഒരു ഫോൺ വൈകാതെ തന്നെ ലോഞ്ച് ചെയ്യുമായിരിക്കും. അപ്പോൾ ഈ ഒരു ഫോണിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും